അതിരിപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള ശ്രമം ഇന്നും തുടരും. ആന വനത്തിനുള്ളിലേക്ക് പോയതിനാൽ ദൌത്യം ഇന്നലെ ഉപേക്ഷിച്ചിരുന്നു. ഉടൻ തന്നെ ദൌത്യം പുനരാരംഭിക്കും. ആന റിസർവ് വനത്തിനുള്ളിൽ തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരും. കഞ്ചിക്കോട് ബ്രൂവറി വിവാദം, PPE കിറ്റ് അഴിമതി തുടങ്ങിയ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ മറുപടി പറയും. സഭയിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിലെ മറുപടിക്കിടെയായിരിക്കും മുഖ്യമന്ത്രി വിവാദങ്ങൾക്ക് ഉത്തരം നൽകുക. നിയമസഭാ സമ്മേളനം ഇന്ന് താൽക്കാലികമായി പിരിയും. ബജറ്റ് അവതരണത്തിനായി വീണ്ടും അടുത്ത മാസം 7-നായിരിക്കും സഭ ചേരുക. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിൽ. പ്രതിഭാഗത്തിന്റെ വാദം ഇന്ന് തുടങ്ങും. പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായത് ഇന്നലെയാണ്. വിചാരണ നടപടി അടുത്ത മാസത്തോടെ പൂർത്തിയായിരിക്കും. മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ഹിയറിംഗ് ഇന്ന് അവസാനിക്കും. രാവിലെ 10:30 കാക്കനാട് കളക്ടറേറ്റിലാണ് ഹിയറിംഗ് നടക്കുക. വഖഫ് ബോർഡിന്റെയും മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെയും പ്രതിനിധികൾ ഹാജരാകും. അടുത്ത മാസം അവസാനത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകും. ചോദ്യം ചെയ്യുക ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 ദിവസം ചോദ്യം ചെയ്യൽ തുടരും. കേസിൽ ഇതുവരെ DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. CPM പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും ഇന്ന് തെരഞ്ഞെടുക്കും. ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി ഫുൾ ഡ്രസ് റിഹേഴ്സൽ പരേഡ് ഇന്ന്. റിഹേഴ്സൽ ഇന്ന് രാവിലെ 10:30 വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിച്ച് ചെങ്കോട്ടയിൽ അവസാനിക്കും. റിഹേഴ്സൽ നടക്കുന്നതിനാൽ നഗരത്തിൽ കനത്ത ഗതാഗത നിയന്ത്രണമുണ്ടാകും. അന്തർ സംസ്ഥാന ബസ്സുകൾ വഴിതിരിച്ചുവിടും. കൊല്ലമ്പുഴ തിരുവാറാട്ടക്കാവ് ദേവി ക്ഷേത്രത്തിലെ അരിയിട്ട് വാഴ്ച ഇന്ന്. വലിയ വിളക്കോടെ ചടങ്ങുകൾ പൂർണ്ണമാവും. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പരദേവതയായ തിരുവാറാട്ടുകാവിൽ എല്ലാ വർഷവും മകരം 9-നാണ് ചടങ്ങ് നടക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. മിതമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു.